നമ്മൾ ഇന്ന് ഈ കാണുന്ന വീടും പരിസരവും അവർ വിൽപ്പനയ്ക്ക് ഇട്ടിരിക്കുകയാണ്. ഇതിന്റെ വില വിവരങ്ങളും കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അതിന്റെ ഓണറിനോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഈ വീട് വിൽക്കാനിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞേ? അതെ അതെ, ഞാൻ ഈ വീട് കൊടുക്കാൻ വേണ്ടിയിട്ടിരിക്കുക. ഇതിന്റെ എങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ? ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഈ വീട് ഇത് വെള്ളട്ടം പറഞ്ഞോട്ട് അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന വീടാണ്. ഇതിന്റെ പരിസരങ്ങളും കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് ഞങ്ങൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ടോട്ടൽ ഇതിന്റെ 160 ബെഡ്റൂമും 100 ബാത്റൂം, പിന്നെ എന്ന് പറഞ്ഞാൽ കിച്ചണ്, ഹാള്, വർക്ക് ഏരിയ, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അത് തന്നെ. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് കൊടുക്കാൻ ഇപ്പൊ തീരുമാനമായിരിക്കുന്നത്? വീടുണ്ട് ടോട്ടല് 4 എണ്ണം. ഞങ്ങളുടെ നോക്കി നടത്താൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ കൊടുത്തേക്ക് നമ്മള് പാരമ്പര്യമായിട്ട് ഇങ്ങനെ കൈമാറിയ മുതലാ. പിന്നെ അത് തന്നെ ഇത് കൊടുത്തിട്ട് വേണം കേരളത്തിലേക്ക് എനിക്ക് ഒരു 3 ഏക്കർ റബ്ബർത്തോട്ടം മേടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. കേരളത്തിലേക്ക് മാറുക. ഇത് ഏക്കറുകൾ വരുമല്ലോ. ഈ പരിസരം മൊത്തം നിങ്ങളുടെ തന്നെയല്ലേ? ഇതെല്ലാം മൊത്തത്തിൽ ഇതെല്ലാം ഞങ്ങളുടെ തന്നെ. ഇത് കാരണം ഇത് ഫുള്ളായിട്ടേ കൊടുക്കുന്നുള്ളൂ, ഒറ്റയടിക്ക്. പല ആൾക്കാർ പ്ലോട്ടായിട്ട് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാ നമ്മൾ അങ്ങനെ കൊടുക്കാൻ നമുക്ക് താല്പര്യമില്ല. ഒരാൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ ഫുള്ളായിട്ട് അങ്ങ് കൊടുക്കാൻ നമ്മൾ പ്ലാൻ ഇരിക്കുന്നത്. കാരണം ഇനിയിപ്പോ പെയിന്റ് അടിക്കുന്നൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ പെയിന്റ് അടിക്കാതെ ഒക്കെ ഇരിക്കും. ഓക്കെ, ഇപ്പൊ ഇത് എന്തിനാ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ഇപ്പൊ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇത് തുറന്നു കൊടുത്ത് ഇതിന്റെ അത് ചെറിയ മ്യൂസിയം പോലെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ടെമ്പററി അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത്. അത് 6 മാസം കഴിഞ്ഞ് പോകണ്ട. അവർ ഈ കഴിഞ്ഞ മാസം പോകണ്ടായിരുന്നു. അപ്പൊ 1 മാസം അവിടെ കൂട്ടി ചോദിച്ചായിരുന്നു നിൽക്കുന്നത്. പിന്നെ ഇനി അടുത്തിലേക്ക് ഞങ്ങൾ കൊടുക്കുന്നില്ല ആർക്കും. വിൽക്കാൻ ഇട്ടിരിക്കുക. ഞാൻ ഇപ്പം ഓൾറെഡി ഞങ്ങളത് ചെയ്തു. 40 ലക്ഷം പൗണ്ടാണ് നമ്മൾ പറയുന്നത്. 40 ലക്ഷം പൗണ്ട്. പിന്നെ അല്ലറ അങ്ങോട്ടും ശകലമൊക്കെ മാറ്റം വരും. ഒത്തുവരുവാണെങ്കിൽ പൈസ ആയിരിക്കണം. ഓക്കെ.